ഓരോ ദിവസവും മയക്കുമരുന്നും മറ്റു ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിട്ട് പിടിയിലാകുന്ന ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പിടിക്കുന്നുണ്ട്, കച്ചവടക്കാരെ പിടിക്കുന്നുണ്ട്, ഊർജിതമായ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഇത്രയും പേരെയും കൊന്നതിന് കാരണം എല്ലാം ഇതാണെന്ന് പറയുമ്പോൾ ഉടനെ ഓക്കെ നല്ലത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോർ റീസൺ ഇതൊന്നുമല്ല. ഇവരിതിങ്ങനെ അടിക്കുന്നതിൻ്റെ കാരണവും അതല്ല. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു നാട്ടിൽ സംഭവിച്ച ഒരു അപകടമായി. ഇതൊരു 5 വർഷം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഈ വക സാധനങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇത് പിള്ളേർ അടിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ആവും. ഇവിടെ എന്താ പറയണ്ടേ, മെന്റൽ അസൈലത്തിന്റെ എണ്ണം കൂട്ടേണ്ടി വരും, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിന്റെ ഇത് കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും കൊലപാതകങ്ങളെ പറ്റിയൊക്കെ നേരത്തെ തന്നെ വീഡിയോ ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇടുന്ന. അപ്പോ ഇത് ഇങ്ങനെയുള്ളവരെ കിട്ടുന്നു. അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. ഓരോരുത്തർ ഇത് ഉപയോഗിക്കും. പിന്നെ അവരവരുടേതായ രീതി കൊലപാതകമാണോ അക്രമമാണോ അതോ ഇനി ആത്മഹത്യയാണോ എന്താന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ചെയ്യും, ബലാത്സംഗവും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിടിക്കുന്നവരെ പിടിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേസിൽ കുടുക്കി കോടതി കൂടെ കയറ്റി ഇറക്കുക. അതതിന്റെ കറക്റ്റീവ് മെഷർ അല്ല. അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കണം, അവർക്ക് ട്രീറ്റ്മെന്റ് വേണ്ടവരാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പിന്നെ അത് പലരും സൈക്യാട്രിക് ആണ് ഇപ്പൊ കണ്ടീഷൻ. മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞ 3 വർഷമായിട്ടൊക്കെ തുടരെ അടിച്ചവൻ, 1 വർഷം തന്നെ ഇരുന്നടിച്ചവനൊക്കെ സൈക്യാട്രിക് ആണ്. അവരുടെ ആ രോഗാവസ്ഥ കൂടിയിട്ടുണ്ട്. അടി നിർത്താൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് കൂടി. അവർ അഡിക്റ്റ് ആണ്. അവരെ കൊണ്ട് കോടതി കൂടെ കറക്കി പെറ്റി അടിച്ചോ ജയിലിൽ കൊണ്ടിട്ട് 3 മാസം ഇട്ടോ 4 മാസം ഇട്ടോ എന്നൊന്നും ഇത് ശരിയാകത്തില്ല. അവർ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ടിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരാം. പിന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം 2 വാർത്തയാണ് ശ്രദ്ധിച്ചത്. ഒന്ന്, ലഹരി മരുന്നുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചു. ആ അറിയിച്ച ആൾക്കാർ ഇയാളുടെ വീട് തല്ലി പൊട്ടിച്ചു, ഈ പറഞ്ഞ ആളുടെ. അതെങ്ങനെയാണ് അവരറിഞ്ഞത്? അപ്പൊ പോലീസുകാരെ വിളിച്ചു പറയാൻ പറ്റുമോ? ഇനി ആരെങ്കിലും വിളിച്ചു പറയും ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചാല്? ആരെ വിശ്വസിക്കണ്ടേ? അപ്പോ എന്തിനാ അവര് പറഞ്ഞത് ഇങ്ങനെ വീട് തല്ലി പൊട്ടിക്കാനോ? നാണമുണ്ടോ ഇമാർക്ക്? ഉളുപ്പുണ്ടോ? ആരും വിളിച്ചു പറയത്തില്ല. ഞാൻ വിളിച്ചു പറയത്തില്ല, 100% ഷുവറാ. കാരണം എനിക്ക് അൺസേഫ് ആണെന്നേ തോന്നിയിട്ടുള്ളൂ എപ്പോഴും. കാരണം ഈ പിള്ളേരെയൊക്കെ കണ്ടാ അറിയാം. അവന്മാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അടുത്ത ദിവസം എപ്പോഴാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇമാർ കയറ്റിക്കഴിഞ്ഞ് ഇതിനെ അകത്തിട്ട് ഒരു ട്രീറ്റ്മെന്റും കൊടുക്കുന്നില്ല, യാതൊരുവിധ പരിപാടി ഇല്ലാതെ ഇറക്കിയാണ് വിടുന്നത്. അപ്പൊ നമ്മളെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ തലയ്ക്ക് അടി കിട്ടും. ഇപ്പൊ കണ്ടില്ലേ കാണിച്ചത്? അത് ആളുടെ കാര്യം പറഞ്ഞു വിട്ടേക്കോ ഇമാര്. ഏത് പോലീസാണ് ചെയ്തത്? എങ്ങനെ ഇമാർ അറിഞ്ഞത്? ഇത് രഹസ്യമായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെ അറിയുന്നെന്നുള്ളതാ. എന്നോടൊരു രഹസ്യം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇത് പോലീസിനെ വിളിച്ചു പറയുമ്പോ എങ്ങനെ ഇവന്മാർ അറിയുന്നേ? ഒന്ന് ആലോചിച്ച് ചോദിക്കേ. ഇവന്മാരൊക്കെ എന്ത് മനുഷ്യരായിരിക്കും എന്ന് ആലോചിക്കും. ഇത്രയും പോലും കഴിവില്ലാത്തവനൊക്കെ ആരാ പോലീസിലെടുത്തത്? ഒരു ഫോൺ കോൾ വിളിച്ചു പറയുമ്പോ, ഒരാള് ഒരു പ്രൈവറ്റ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അത് ആരെ പറ്റി പറഞ്ഞു അവിടെ ചെന്ന് കുശുമ്പും കുന്നായ്മയും പറയുന്ന പോലത്തെ ഏതോ എന്താ പറയണ്ടേ, എന്തോ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ വല്ല വിരുദ്ധതയായി പോകും. അങ്ങനത്തെ സ്വഭാവമുള്ളവൻ എങ്ങനെ പോലീസ് ജോലി കിട്ടിയത്? അല്ലെ എങ്ങനെ അവിടെ ജോലിക്ക് തുടരുന്ന ഇവര് ഈ വാർത്ത കണ്ടവർ ആരെങ്കിലും ഇനി വിളിച്ചു പറയൂ? ഞാൻ പണ്ടേ പറയത്തില്ല എന്ത് കണ്ടാലും. ഞാൻ പറയാൻ പോകുന്നതിലും തീരുമാനിച്ചത്. കാരണം നമുക്ക് മനസ്സിലായി, നമ്മൾ നേരിട്ട് കണ്ടത്. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് അവർ കാണിച്ച തെണ്ടിത്തരം നമ്മൾ കണ്ടതാ. അത് കഴിഞ്ഞ് പിന്നെ ഈ പരിപാടിക്കേ ഇല്ല. എല്ലാം തന്നെ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. എന്റെ പണിയല്ലാതെ ഞാൻ ചെയ്യത്തുമില്ല. ഇനി എന്തോ പറഞ്ഞാലും ചെയ്യത്തില്ല. കൊലപാതകം കണ്ടാൽ പോലും ഞാൻ പറയത്തില്ല ഇവരോട്. പിന്നെ എന്തിനാ ഇമാര് പണിയെടുക്കുന്ന? നാട് നീളെ ക്യാമറ അറക്കം അല്ലാത്ത എല്ലാം പിടിക്കുന്നുണ്ടോ? സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റും ഒക്കെ പിടിക്കുന്ന പോലെ അങ്ങ് പിടിച്ചാൽ മതി ഇതൊക്കെ. അല്ലാതെ നമ്മൾ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. പറഞ്ഞു കൊടുത്താൽ ഇവര് പറഞ്ഞു കൊടുക്കും ആരാ പറഞ്ഞതെന്ന്. അവന്മാർക്ക് ചിലപ്പോൾ കലിപ്പൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വല്ല പൈസ വല്ലതും കിട്ടിയോ, എന്തോ ആണോ ഈ തെണ്ടികൾക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഇമാർ അന്ന് തന്നെ കാണിച്ചു കണ്ടില്ലേ, ഇക്ക വിളിച്ചു പറഞ്ഞപ്പോൾ പണിയെടുത്ത പോലീസുകാരനോട് ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ? അതിൽ വിശ്വാസം ഇല്ല. ഒന്ന്, പിന്നത്തെ കേസ് മരുന്ന് ഏതോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കുറച്ചെണ്ണം മരുന്ന് ചോദിച്ചു. ഇതുപോലത്തെ എന്തോ അനസ്തെറ്റിക് ഡ്രഗ്സ് വല്ലതും ആയിരിക്കും, അല്ലെ പെയിൻ കില്ലേഴ്സോ അല്ലെ ഇങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും എന്തായിരിക്കും അറിയത്തില്ല. അത് അവര് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മരുന്നുകൾ അടിച്ചു പൊട്ടിച്ചു. ഇതിന്ന് എന്താ മനസ്സിലാവുന്നേ? ഈ സാധനമൊക്കെ പെട്ടെന്ന് കിട്ടാതായുണ്ടല്ലോ, ഇപ്പൊ എന്താ തടയാൻ നോക്കുന്നത്? അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക, വേറെ രീതിയിലാന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പണി എഴുത്
മറ്റവരിപ്പോ തല്ലിക്കൊല്ലുന്ന ഞങ്ങൾക്ക് കിട്ടാതായ പ്രശ്നമുണ്ട് ആളുകൾക്ക്. അവരെ ആരാ കൺസിഡർ ചെയ്യുന്നത്? അവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കേട്ടോ? ഇതുപോലെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നവൻ ഒരു ദിവസം പെട്ടെന്ന് ഇത് കിട്ടുന്നില്ല, അവൻ ചിലപ്പോൾ വീണ്ടും തള്ളയുടെ തലയായിരിക്കും അടിച്ചു പൊട്ടിക്കുന്നത്. അപ്പോൾ ഈ ഇതുവരെ ചെയ്തവന്മാര് ചെയ്ത പോലത്തെ ഒരു പണി ഇനി ഈ പറഞ്ഞ പോലത്തെ ഇത് കിട്ടാതാക്കിയിട്ട് അതുകൂടെ വരുത്തിയിട്ട് അത്രയും പേരോടെ കൊല്ലിക്കാൻ പറ്റുന്ന ഒരു പരിപാടി. അല്ലാതെ ഇത് അങ്ങനെയല്ലേ. ഇതിന് പാരലായിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തണം. ഈ അടിക്കാരെയൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് നോക്കണം. അതിനകത്ത് നിൽക്കാത്തവരുണ്ടാവും. എല്ലാ അടിക്കാരും ഒരുപോലല്ല. മാനസിക നില തെറ്റിയ അടിക്കാർക്കാണ് ഈ പ്രശ്നം. ആ അടിക്കാരാണ് നാളെ ഇത് കിട്ടാണ്ടാവുമ്പോൾ ഇതിലും കൂടുതൽ വയലന്റ് ആവും. അവർ ചിലപ്പോൾ പിന്നെ നാട് വിട്ടു പോയിരിക്കും. ഏറ്റവും നല്ല ഓപ്ഷൻ ഈ ഇവിടെ നിന്ന് ഇപ്പൊ കേരളത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയി ഇത് കിട്ടുന്ന സ്ഥലത്ത് പോയി അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലും ചെയ്യാൻ പറ്റാത്തവർ ചിലപ്പോൾ വീട്ടിൽ അക്രമം കാണിക്കും, ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കും. ഈ പറഞ്ഞ പോലീസുകാർക്ക് റിസ്ക്കാ. ഇവന്മാർക്ക് ഇത് കിട്ടാണ്ടിരിക്കുന്നിടത്തോട്ടാ ചെന്ന് കയറുന്നെങ്കിൽ ഉറപ്പായിട്ടും കത്തിക്ക് കുത്തും. അത് നിങ്ങൾക്ക് റിസ്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലായിട്ടെങ്കിൽ ഇത് ഈ രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സൈക്യാട്രിക് ഇന്റർവെൻഷൻ വേണം, മെഡിക്കൽ ഇന്റർവെൻഷൻ. അതൊന്നും ഇല്ലാതെ ചുമ്മാ ഇറങ്ങിയാണെന്ന് ഈ പോക്കൃത്തരമായി കാണിക്കുന്ന ഇവര്. ഇത് പോരാ. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ഇത് വേണേ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ബോധമില്ലെങ്കിൽ ഇത് കാണുമ്പോഴെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാറെങ്കിൽ ഇതൊന്ന് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കാൻ പറ. കൊറോണ സമയത്ത് ഓർക്കുന്നുണ്ടോ? മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നത് എന്താ മരണമല്ലേ? ഇപ്പൊ കണ്ടോണം, ഇത് കിട്ടുന്നില്ല, മറ്റത് കിട്ടുന്നില്ല, കഞ്ചാവ് അടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യേണ്ടാത്തവര് അവരിപ്പോ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അന്ന് പലർക്കും ഡ്രഗ്സ് ഇതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള പലർക്കും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അമ്മമാര് പലരെ കൂട്ടുകാരൊക്കെ വിളിച്ച് ചോദിക്കുവാന്ന് എന്തെങ്കിലും എവിടെന്തെങ്കിലും കിട്ടുമോ മോനെ, അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ. അവൻ കാണിക്കുന്ന കണ്ടിട്ട് പേടിയാകുന്നത്. ആ കൺസേൺ ഒന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു പണി അങ്ങ് കാണിക്കുക, എന്തെങ്കിലുമൊക്കെ കാണിച്ച ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക, ഇത്രയാക്കി അത്രയാക്കി. ഇത്രയും ദിവസമായിട്ട് കുറെ പാവപ്പെട്ട ആൾക്കാർ, ഡ്രഗ് ലോഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ വേറെ രാജ്യം എത്തിയെന്ന് തോന്നുന്നു. മനസ്സിലായോ? ഈ ലൊടുക്കിലൊട്ട് ഇവിടുത്തെ കുറെ കഞ്ചാവ് കച്ചവടക്കാരെന്നും MD നിവർത്തികെട്ട പാവപ്പെട്ട കയ്യിൽ ഇവരുടെയൊക്കെ കാശുണ്ടോ? ഈ പിടിച്ചവരുടെ ആരുടെയെങ്കിലും സാമ്പത്തികം ഉള്ളവരാണോ? 1 രൂപ കയ്യിലില്ല. തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനൊക്കെ ഏതാണ്ട് ഒരു നിവർത്തി കെട്ടപ്പോ പണിയും വേലയും കൂലിയും ഇല്ലാത്തൊരു നാട്ടിൽ ജീവിക്കുന്നതിന്റെ പ്രശ്നം ഇവർക്ക് പറ്റിയത്. ആ പാവപ്പെട്ടമാരെ അല്ലാതെ ആരെങ്കിലും നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും? ഇവരുടെ കയ്യിൽ എന്തോരം പൈസ ഉണ്ടെന്ന് നിങ്ങൾ നോക്ക്. അവന്റെ ഒന്നും ഇത് മേടിച്ച് അടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് ഈ പണിക്ക് പോകുന്നത്. അതൊരു കാരണം. പിന്നെ ചിലരൊക്കെ ഉണ്ട് ഇടനിലക്കാരെന്ന് പറഞ്ഞവരൊന്നും വലിയ പൈസയൊന്നും ഇല്ലാത്തവർ. ഇവരൊക്കെ നിങ്ങളല്ലേ ശ്രദ്ധിച്ചു നോക്കിയോ? ഇവരുടെയൊക്കെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോകമായിരിക്കും. കൂടുതൽ പേരുടെയും മിഡിൽ ക്ലാസ് ആവറേജ് ഫാമിലീസ് അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇത് കച്ചവടം ചെയ്യുന്നിടത്തിനെ പിടിച്ചിട്ടുണ്ടോ? അല്ല, ഇത് ഉണ്ടാക്കുന്ന ലാബ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇത് എവിടെ നിന്ന് വരുന്നോ അത് തടഞ്ഞിട്ടുണ്ടോ? അത്രയും ചെയ്താൽ പോരെ? അതെന്നും ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ അഴിച്ചിട്ടിട്ട് ആരൊക്കെയോ അടിച്ച് കുറെ പിള്ളേരെ പിടിച്ച് കേസിൽ പ്രതിയാക്കി അവന്മാർക്ക് കൊടും ക്രിമിനലിനെ പോലെ ട്രീറ്റ് ചെയ്താലൊന്നും ഇത് ശരിയാകത്തില്ല. പിന്നെ ഇത് ശരിയാകത്തതിന്റെ മെയിൻ റീസൺ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. ഇതിന് തൊഴിലായിട്ട് ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബോധമില്ലാത്തവരെ പഠിപ്പിച്ച് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ പഠിപ്പിച്ചിറക്കും. അവൻ എന്തെങ്കിലും ചെയ്ത് കാശുണ്ടാക്കിയാൽ മതിയെന്ന് ഈ കേരളം മൊത്തം പറയും. പണമില്ലാത്തവൻ പിണം, കാശുണ്ടാക്കിയത് കണ്ടില്ലേ? അവൻ കഞ്ചാവ് എന്താ പറയുക MDMA ഉൽപ്പാദിപ്പിച്ചാണ് കോടീശ്വരനായത്. അവനെയും തൊഴുതു വണങ്ങി നിൽക്കുന്നവരെ ഇവർ കാണുന്നത്. അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞവന്മാരെ എങ്ങനെയും കാശുണ്ടാക്കിയവനെയൊക്കെ കാണുമ്പോൾ അവന്റെയൊക്കെ വീട്ടിൽ ആരൊക്കെയാ പോയെന്ന് പിന്നീട് കാണുമ്പോൾ മനസ്സിലായിട്ടില്ലേ? വലിയ ഉദ്യോഗസ്ഥരൊക്കെയാ അവന്റെയൊക്കെ വീട്ടിൽ പോയിരിക്കുന്നത്, കാശുള്ളവന്റെ വീട്ടിൽ. അപ്പൊ എങ്ങനെയും കാശുണ്ടാക്കിയാൽ മതി എന്നാണ് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ. അത് കഴിഞ്ഞ് അവൻ എന്തും ചെയ്താൽ മതി, അതാ പഠിച്ചേക്കുന്നത്. പിന്നെ ഇവർക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഡ്രഗ് എഡ്യൂക്കേഷൻ ഉണ്ടോ? സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞ തന്നെ ഡ്രഗ് എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം അത്രയ്ക്കും പ്രശ്നമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇവരപ്പോഴും ഇരുന്ന് പഴയ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കിണറ്റിന്ന് വെള്ളം കോരുന്ന പരിപാടി ഇപ്പോഴും മോട്ടറൊന്നും വന്ന് അറിഞ്ഞില്ല. എന്നാ ടീമുകളാണോ ഒന്ന് ആലോചിച്ച് ചോദിക്കടേ. ഇതെന്താ പഠിപ്പിക്കാത്ത? ഇത് റെസ്പോൺസിബിളി യൂസ് ചെയ്യാൻ പറ്റണം. അറിയത്തില്ലേ? വേറെ കാനഡയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഈ സംഭവം എന്താ പറയുന്നത്, അവിടെ ലാബ് ഉണ്ട്. ഇവനൊക്കെ കഞ്ചാവ് MDMA മേടിച്ചു കഴിഞ്ഞാൽ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യും. കാരണം ഇത് ഒറിജിനൽ ആണോ നോക്കാൻ. ഒറിജിനൽ ആണെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തിനേക്കാളും വലിയ അപകടകാരികളായ മറ്റെന്തോ ഈ പറഞ്ഞ പോലെ കെമിക്കൽ എന്തോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ആ സാധനം ചേർത്ത് മാഫിയ അവിടെ ഇവരെ അഡിക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നതിന് ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം. അങ്ങനത്തെ ലാബ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇവർ അടിക്കുന്നവർ അഡിക്റ്റ് ആവുന്നതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ ആരോഗ്യ സുരക്ഷ എന്ന് പറഞ്ഞ വകുപ്പിനെ മെന്റൽ ഹെൽത്ത് ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? അവരെന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്നും ചെയ്യാത്തത്?
ഒരുത്തരം അടിച്ചു തുടങ്ങിയാൽ അറിയത്തില്ലെന്നാണ് വിചാരിച്ചത് ഈ നാട്ടില്. ഞാൻ വേണേ ഇറങ്ങി കിടന്ന് കാണിച്ചു ഇവിടെ ചുമ്മാ നിൽക്കുന്നവന്മാരെ കണ്ടറിയാം ആരാ അടിക്കുന്നതെന്ന്. അവരെ വിളിച്ചോണ്ടങ്ങ് പോകണം. അവരെ കൊണ്ടുപോയിട്ട് ഉടനെ കേസിലാക്കി കുറെ പെറ്റി അടിച്ച് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കൂടെ വന്നവനെ കൂടെ പിടിച്ചോണ്ട് പോയിട്ട് അവനെ കൂടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കി എന്തൊക്കെയാ ഇവര് ചെയ്യുന്നേ? ഇതൊരു അന്തസ്സില്ലാത്ത പണിയാന്നേ. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഇത് എത്ര കൊല്ലങ്ങളായി ഇവിടെ നടക്കുവാന്നറിയോ? ഞാൻ 2020 വീഡിയോ ഇട്ടു ആദ്യമായിട്ട്. ആ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ടാവും. എന്റെ ടൈറ്റിൽ കോപ്പ് പലതായതുകൊണ്ടാണ് അറിയാത്തത്. നല്ല ടൈറ്റിൽ ഇട്ടിട്ട് ഞാൻ സെർച്ച് ചെയ്തെടുത്ത് തരാം എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഇവർക്ക് ഈ വലിയൊരു ഗവൺമെന്റിന് മനസ്സിലാകത്തില്ല ഇത്? അപ്പൊ ഇവരൊക്കെ എന്തോ പഠിച്ചത്, എന്തോ മനസ്സിലാക്കുന്നത്? ഇവർക്ക് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരൊക്കെ കൂടി ഭരണവും ഈ പോലീസും പട്ടാളവും എല്ലാം ഇതാണോ? ഇവിടെ വെറുതെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കത് മനസ്സിലായി. ഇന്ന് ഈ ഇത്ര കൃത്യം 5 വർഷമൊക്കെ ഞാൻ പറഞ്ഞു തന്നെ. 2025-26 ഇവിടെ സൈക്കാട്രിക് ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടണമെന്ന് പറഞ്ഞാണ്. ഇതേ പ്രശ്നങ്ങൾ കൊണ്ട് പലരും വരുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയുവാണ്, ഇനി ആത്മഹത്യ നടക്കും ഇവിടെ. ഇത് കിട്ടാതിരുന്ന് അതിന്റെ പേരിൽ തന്തയ്ക്കും തള്ളക്കും അടി കിട്ടാം. ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടും. അവൻ അന്നും കഴിച്ചു കാണത്തില്ല. അവൻ പണ്ടെങ്ങാണ്ട് അവൻ ഉപയോഗിച്ച് മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അവൻ കൊല്ലാനുണ്ടാവുന്ന കാരണം അവൻ ഈ സാധനം കിട്ടാത്തതുകൊണ്ടാണ്. ആ കിട്ടാതെ വന്നവനെ ട്രീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പേരൻസ് എല്ലാവരും ശ്രദ്ധിച്ചോ. നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ സമയത്ത് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, ദേഷ്യം കൂടി, കഴിക്കാൻ നേരത്തെ എന്താ പറയേണ്ടത് എടുത്തെറിഞ്ഞു, അല്ലെ ഉറങ്ങിയിട്ട് എഴുന്നേക്കുന്നില്ല, ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്നു, അവര് ശ്രദ്ധിക്കുന്നില്ല, അവര് പലതും മറന്നു വെച്ചിട്ട് പോയി, വിളിച്ചാൽ എവിടാന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഇപ്പൊ പ്രത്യേകിച്ചുണ്ടെങ്കിൽ അത് അവരെ ഹോസ്പിറ്റലിൽ കാണിക്കണം. പ്രത്യേകിച്ച് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. പറ്റിയ പോലീസിൽ അറിയിച്ചോ. അവർ അങ്ങനെ മുദ്രയ്ക്കത്തൊന്നുമില്ല. നിങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെറ്റപ്പ് മാറും. കാരണം കൊച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള അറിയിച്ചു കഴിഞ്ഞാൽ കൺസേൺ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ ഇവൻ ചെന്ന് ചാടിക്കൊടുത്ത് വല്ല അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ പേരൻസ് ആയാലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ ആ പിള്ളേരെ റിപ്പോർട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അവരെ പിടിച്ചുകൊണ്ട് പോയി ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ അവർക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഉറപ്പായിട്ടും വേണ്ടി വരും. കാരണം കണ്ടീഷൻ സൈക്കാട്രിക് ആണ്. അത് മനസ്സിലാകുന്നില്ലേ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കുകയാണെ. ഇവർക്ക് ബോധപ്പെടുകയൊന്നുമില്ല. ഇവർക്ക് മാനസികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഗവൺമെന്റിന് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഈ നേരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 3 വർഷം മുമ്പോട്ട് ഇതിനുള്ള ക്യാമ്പയിൻസ്, ഇതിനുള്ള പല പരിപാടികൾ ചെയ്തേനെ. അടിക്കരുതെന്ന് പറയാൻ ഏത് പട്ടിക്കും പറ്റും, ഏത് പൊട്ടനും പറ്റും. അത് ആരും പറയണ്ട. അടിക്കരുത് പറയാൻ ആർക്കാ പറ്റാതെ? ആരും ഇത് ഉപയോഗിക്കരുത്, ഇത് ഭയങ്കര മോശമാണെന്ന് പറയാൻ എന്തിനാ ഇത്രയും ആൾക്കാർ ഇവിടെ? ഇത് പറയുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പറയുന്നവർ ഭയങ്കര രസം. മോഹൻലാലൊക്കെയാ കൊലപാതകത്തിന് ഒരു പരിഹാരമല്ല, ആണാ അറിയാവടാ, നീ പോടാ എന്നേ പറയത്തുള്ളൂ. അപ്പോഴേ ഇവനൊക്കെ ഇത് പറയാനാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ ഇത് പറയാൻ ഇത് പറയാൻ ആർക്കാ പറ്റാത്തത്? ഇത് പറയാൻ ആർക്കും പറ്റും. കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. എന്നാ പിന്നെ പരിഹാരം പറഞ്ഞിട്ട് ഓടാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞഞ്ഞം എന്ന് പറയുന്ന പരിപാടി ഇവരുടെ കയ്യിലുള്ളൂ. അത്രയും ആൾക്കാരേ ഉള്ളൂ ഇവർക്ക്. അതാ ഇതിന്റെ പ്രശ്നം. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഇവരുടെയാ, അല്ലാതെ ഈ അടിച്ചു നടന്നവന്റെയോ അല്ല ഇവിടെ വിറ്റവന്റെയോ അല്ല. തൊഴിലില്ലാത്തവനും ബോധമില്ലാത്തവരോട് ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ കൊലപാതകങ്ങൾ സംഭവിച്ചു തുടങ്ങിയപ്പോൾ ഇറങ്ങിയേക്കുവാ നാണം ഇല്ലാതെ. എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കണ്ടവർക്കും ഇപ്പൊ ക്ലിയർ ചെയ്യുമെന്ന്. ഇതിനു മുമ്പ് എന്തെല്ലാം മാറുന്നു. മദ്യം വിഷമാണ്, മദ്യം കുടുംബം തകർക്കുന്നു, മദ്യവിരുദ്ധ റാലി, എന്തൊക്കെയാ സിനിമയിലെല്ലാം എഴുതി കാണിക്കല്. ഇപ്പൊ മദ്യം പാവാ. നാളെ MDMA പാവാകുമെന്നേ. ഇതിലും കൂടിയ സാധനമൊക്കെ വരും. എന്താ വരത്തില്ലെന്ന് വിചാരിച്ചു? ഫ്ലക്ക ഒന്നും വന്നിട്ടില്ല ഇവിടെ. ഫ്ലക്ക മറ്റേ എന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ലേ? ആ സാധനം ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. അതൊക്കെ ഇപ്പൊ വിടും. അത് കഴിയുമ്പോ MDMA-ക്കാർക്ക് കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും അല്ലേ? കഞ്ചാവ് ഇപ്പൊ ഒന്നുമല്ല. കഞ്ചാവിനെ പറ്റി കാലം സംസാരിക്കുന്നുണ്ടോ? ഞാൻ അന്നേ പറയത്തില്ലേ, കഞ്ചാവ് അത്ര വലിയ സാധനം അല്ല. അത് വലിയ സംഭവമാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ നാട്ടുകാരെ മൊത്തം പറ്റിച്ച്. ആ സമയത്തൊക്കെ കാനഡയിൽ ലീഗലാണ്, അമേരിക്ക പല സ്റ്റേറ്റ്സിൽ ലീഗലാണ്, കൊളംബിയയിലൊക്കെ വർഷങ്ങളായിട്ട് ലീഗലാണ്, ഓസ്ട്രേലിയയിലും ചില സ്ഥലങ്ങളിലൊന്നും അത്ര ഇതിന് വലിയ ക്രൈമായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇന്ത്യയിലും ഇല്ല. എന്നിട്ടും കള്ളം പറഞ്ഞു നാട്ടുകാരെ പറ്റിച്ചപ്പോ എന്താ ഉണ്ടായത് കണ്ടില്ലേ? ഈ കണ്ണിപ്പൊടിയിട്ടാവുന്ന ഒരു സാധനവും നന്നാകത്തില്ല. അത് സ്വയം പൊടിയിടാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി കേട്ടോ. പോലീസുകാരെ നോക്കണ്ട, ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞ മണ്ടന്മാരെ നോക്കണ്ട. ഇവിടുത്തെ ഭരണാധികാരികളെല്ലാം വിവരം ഇല്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും കൂടിയാണ്. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർ വരിക്കും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. രാത്രി ഒന്നും ഇറങ്ങി നടക്കരുത്. അങ്ങനെ പെണ്ണുങ്ങൾ റേപ്പ് ചെയ്ത് കൊല്ലുവന്നേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ഇവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ കൊള്ളാം? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, വീട്ടുകാർ മക്കളെ ശ്രദ്ധിക്കണം. ഇവരൊന്നിനും വരുന്നവരല്ല. ഇവർ വോട്ട് മേടിക്കുക, തട്ടിക്കുക, കോടികൾ സമ്പാദിക്കുക,
നാട്ടുകാരുടെ പണം അടിച്ച് കോടികളുമായിട്ട് മുങ്ങുക. അത്രേ ഇവർ ചെയ്യത്തുള്ളൂ. ഇവരുടെ എല്ലാം പരിപാടി ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ചിലപ്പോൾ തല്ലി തല പൊട്ടിക്കും, മക്കൾ ആത്മഹത്യ ചെയ്യും, അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൊലപാതക കേസിൽ പ്രതിയാവും, കഞ്ചാവ് കേസിൽ പ്രതിയാവും ഒക്കെ ചെയ്യും. ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്രയും അലമ്പാവാതിരിക്കാൻ നോക്കുക. വീട്ടിൽ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതനുസരിക്കുന്നില്ല, അത് പഠിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഒന്നെ തല്ലണം, അതിനെ ഹരാസ് ചെയ്യണം. അതല്ല, അതിനെ കൊണ്ടൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. അത്രയും ചെയ്താൽ സ്കൂളിലാണെങ്കിലും ടീച്ചർമാർ ശ്രദ്ധിക്കും. ടീച്ചർമാർക്ക് പിന്നെ അടി കൊടുത്താണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഒരു പൊട്ടൻ, ആരാന്നറിയത്തില്ല, ഏതോ ഒരു ഓഫീസറാണെന്ന് പറയുന്നത്, അയാൾ ചെന്ന് ടീച്ചറിനെ അടി മേടിക്കുന്നു. അടി ഈ അടിയുടെ ആണ് അയാൾ അങ്ങനെ ആയത്. അത്രയും തറ പരിപാടിയൊക്കെ ലോകത്തിന്റെ മുന്നിൽ കാണിക്കാവോ ഇനി? പണ്ട് ഇങ്ങനെ അടിച്ചിരുന്നെന്ന് പറയുന്നത് നാണക്കേട്. ഇയാളൊക്കെ എവിടെ നിന്ന് വന്നാണ്? വലിയ ഓഫീസറാന്ന്. ആരെങ്കിലും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുമോ? പിള്ളേരെ തല്ലോ, ചൂരവടിക്ക് അടിച്ചെന്ന് പണ്ട്. അതെന്തോ ഇന്നത്തെ പിള്ളേർക്ക് അടി കിട്ടാത്തതിന്റെ കുറവാന്ന്. എവിടുന്ന് വരുന്നേ ഇതൊക്കെ? ലോകത്ത് എവിടെയെങ്കിലും ഈ പരിപാടി ഉണ്ടാകുന്നപ്പോ ഇവിടെയൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ നേരത്തെ നിർത്തി ഇതൊക്കെ. ഇതൊന്നും ഇവര് അറിഞ്ഞിട്ടില്ല. അയാൾ അതും അറിഞ്ഞില്ല. വന്നേക്കോ പിന്നെ നാണം ഇല്ലാതെ. അയ്യേ, ഏത് ഓഫീസറാണോ ഇയാളൊക്കെ എവിടെ ഇരുന്ന് ഈ സാധനങ്ങളൊക്കെ കാണിക്കുന്നതെങ്കിൽ, ഇതിനകത്തൊക്കെ ഇടപെടുന്നതെങ്കിൽ എന്തായിരിക്കും ഇവനൊക്കെ വിചാരിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മണ്ടത്തിനെ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിന്ന് കാണിക്കുക. പണ്ട് ടീച്ചർ തല്ലിയെന്ന് ഒരു തള്ള, ഒരു പ്രായം ചെന്നൊരു സ്ത്രീ ഒറ്റയടി, ഉടനെ അവനുണ്ട കുഴയുന്നു. നാണമില്ലാത്തവന്മാരൊക്കെ കൂടെ എന്തൊരു വിഡ്ഢികളായിരിക്കും ഇവരൊക്കെ. അവർ പറയുന്നത് ഭയങ്കര നല്ലതാണ് അടിക്കുന്നത്. അയ്യേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തൊഴുത് എന്നിട്ട് കാല് തൊട്ടു. പഴയ ആൾക്കാരാ, അവരുടെ തലേന്ന് ഇതേ വരുന്നുള്ളെന്നുള്ള ഇപ്പോഴിവിടെ കണ്ടത്. ഇവരൊക്കെ കൂടെ ഇരുന്ന് കളിച്ചതിന്റെ കാണുന്നത്. അതിന് 5 വർഷം അയാൾ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുവാന്ന്, മനസ്സിലായില്ലേ? അതുങ്ങളിരുന്ന് കാണിച്ചാൽ എന്ത് കാണിക്കാനാ? ഈ തൊഴലും മണങ്ങലും കൈ കാണിക്കലും നടിയൊക്കെ ആയിരിക്കും, തിരിച്ചടിക്കാനൊക്കെ നിൽക്കുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ. ഇതുപോലെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർക്ക് മനസ്സിലാകത്ത പോലും ഇല്ല. ഇവർക്ക് അവരുടെ പ്രശ്നം തന്നെ മനസ്സിലാക്കുക. പിന്നെ എങ്ങനെ ഇവർ പൊതുവെ വേറെ ആരുടെയെങ്കിലും പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിന് ബോധമുള്ളവനാണ് അവൻ ഇത് കാണിക്കത്തില്ല ഒരിക്കലും വന്ന്. അയ്യോ, അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പോലെ ഞാൻ സമ്മതിക്കത്തില്ല പലതും. അതിന് പോലുമുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവര് വലിയ സംഭവമാക്കി ഇരുത്തേക്ക്. എന്തോ പഠിച്ചിട്ടുണ്ട്, ശരിയാ, പഠിക്കാൻ കഴിവുണ്ടാകുന്നു, മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്, പരീക്ഷ പാസ്സായിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന പോലത്തെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇയാളുടെ തലയ്ക്കകത്ത് ഇത്രയും മണ്ടത്തരങ്ങൾ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് എന്തോ സെൻസിന് കുറവുണ്ട്, അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അയാൾ വീണ്ടും അത് ഇങ്ങനെ വന്നിരുന്ന ഒരു പ്രൊമോഷൻ പോലെ കാണിച്ചാൽ ഞാൻ കണ്ടത്. എന്തോ കാണിച്ചത്? അങ്ങനെയൊക്കെ ചെയ്യാവോ? പിള്ളേരെ തല്ലാവോ? ഈ ഇട്ടാവട്ടം കേരളത്തിലെ പൊട്ടക്കിണർ വിട്ട എവിടെയും പോയിട്ടുമില്ലേ? പോകണ്ട. വേറൊരുത്തും നടന്ന സംഭവം ഒന്നും അറിഞ്ഞില്ല ഇവനൊന്നും. പൊട്ടക്കണ്ടി കിടക്കുന്ന തവളയെന്ന് പറഞ്ഞുണ്ടല്ലോ, തവളയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇത് എന്താ അട്ടയാണ്ട, ചെളിക്കടിയിലാണ് കിടക്കുന്നത്. തവളയാണെങ്കിൽ ഒന്നിലും ആകാശം എന്തെങ്കിലും കാണുന്നുണ്ടാവും. ഇമാര് ചെളിക്കകത്തെങ്ങാണ്ട് കിടക്കുന്ന അട്ടകളാ ഇതൊക്കെ.